നമസ്കാരം. വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. ഇന്നത്തെ വീഡിയോ ഷുഗർ കുറയാൻ സഹായിക്കുന്ന ഏതാനും യോഗാസനങ്ങളുടെ ഡെമോൺസ്ട്രേഷനാണ്. പണ്ടൊക്കെ കുറച്ച് പ്രായമായിട്ടായിരുന്നു മിക്കവർക്കും ഷുഗർ കംപ്ലൈൻ്റ് ഒക്കെ വരുന്നത്. ഇപ്പം പക്ഷേ നമ്മുടെ തെറ്റായ ആഹാരക്രമവും ജീവിതശൈലിയും ഒക്കെ കൊണ്ട് ഒരു 35 കഴിയുമ്പോൾ മുതലേ മിക്കവർക്കും ഡയബറ്റീസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഈ ടൈപ്പ് 2 ഡയബറ്റീസ് മാറാൻ സഹായിക്കുന്ന യോഗാസനങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ യോഗാസനങ്ങൾ പതിവായി ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണവും കൂടി ഒന്ന് ക്രമീകരിക്കണം. കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ തീരെ കുറയ്ക്കുക. അതുപോലെ ഭക്ഷണത്തിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി പല സമയമായിട്ട് നിങ്ങൾ കഴിക്കുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് തിരക്കിട്ട് കഴിക്കരുത്. നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ യോഗാസനങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് വാമപ്പ് ചെയ്തിട്ട് ഇത് ചെയ്യണം. അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശവാസനത്തിൽ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് കിടക്കുകയും വേണം. അങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ രാവിലെയോ, ഇനി രാവിലെ സമയമില്ലെങ്കിൽ വൈകിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് അർത്ഥ മത്സ്യേന്ദ്രാസനം ചെയ്യാം. അതിന് നമ്മൾ കാല് ഇങ്ങനെ ഇങ്ങോട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇടത് കാലെടുത്ത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ബോഡി ഒന്ന് ട്വിസ്റ്റ് ചെയ്യിക്കുക. ഈ കൈ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ കാലിൽ നിന്ന് പിടിക്കുക. അങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഞാൻ സൈഡ് തിരിഞ്ഞിരുന്നിട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറേ കൂടെ ക്ലിയർ ആവും. കാല് മടക്കി ഈ ബട്ടക്സിൻ്റെ കീഴിലോട്ട് വെച്ചു, പാദം ഇത് ഇപ്പുറത്തോട്ട് വെച്ചു. എന്നിട്ട് ഈ കൈ കൊണ്ടിങ്ങനെ ഈ കാൽമുട്ട നമ്മുടെ ദേഹത്തോട്ട് ചേർത്ത് പിടിക്കുക. ബോഡി ഒന്ന് ട്വിസ്റ്റ് ചെയ്യിക്കുക. ഈ കൈ പുറകിൽ കുത്തുക. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. അട്ടെല്ലാം നിവർന്ന് നമ്മൾ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം. സ്പൈന് നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇങ്ങനെ ആഞ്ഞൊന്നും പോകരുത്. ഇങ്ങനെ ഇരിക്കുക. ഒരു 5 സെക്കൻഡ് നിങ്ങൾ നോർമൽ ബ്രീത്തിങ്ങിലായിരിക്കുക. എന്നിട്ട് സാവധാനം റിലീസ് ചെയ്ത് പഴയ സ്ഥിതിയിലേക്ക് വരിക. ഓക്കെ, ഓപ്പോസിറ്റ് ഈ കാല് ഈ ബട്ടക്സിൻ്റെ വയ്ക്കുക. ഇത് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ ഈ കൈ പുറകിൽ കുത്തുക. ഇവിടെ പറിച്ചു വെക്കുക. ബോഡി നേരെ ഇരിക്കണം. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ശ്വാസമെടുത്ത് തിരിച്ചു വരിക. ഓക്കെ, ശരിക്കും അർത്ഥ മത്സ്യേന്ദ്രാസനം ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് കൈ പിടിക്കാൻ സാധിച്ചാൽ കുറെ കൂടെ നല്ലതാണ്. എന്നിട്ട് ഈ കൈ ചുറ്റി ഇവിടെ അപ്പുറത്തെ ആ ഭാഗത്തായിട്ട് വരാൻ ശ്രമിക്കുക. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പോസാണ്. തുടക്കത്തിൽ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഇതിങ്ങോട്ട് ചേർക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു. അപ്പം ഇങ്ങനെ തിരിയുമ്പം നമ്മുടെ ഈ വയറിൻ്റെ ഭാഗം നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു തോർത്ത് പിഴിയുന്ന പോലെ നല്ല സ്ക്യൂസിങ് വരുന്നുണ്ട് നമ്മുടെ ഈ ഭാഗത്തെ ഇന്റേണൽ ഓർഗൻസിന്. നമ്മൾ 2 സൈഡും ചെയ്യുമ്പോൾ ഈ 2 ഭാഗത്തും നല്ലൊരു പ്രഷർ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് നന്നായിട്ട് വർക്ക് ചെയ്യും. പാൻക്രിയാസ് ഒക്കെ നന്നായിട്ട് ആക്ടിവേറ്റ് ആകും. അപ്പം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അത് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ് അതിൻ്റെ സയൻസ്. നെക്സ്റ്റ് വൺ, ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് മണ്ഡൂകാസനം ചെയ്യാം. മണ്ഡൂകാസനം ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് വജ്രാസനത്തിലായിരിക്കുന്നത്. ഇങ്ങനെ വജ്രാസനത്തിൽ ഇരിക്കുന്നത് തന്നെ ഷുഗർ കുറയാൻ നല്ലതാണ്. ഈ ഒരു പൊസിഷനിൽ ദീർഘനേരം ഇരിക്കുന്നത്
ഷുഗർ കുറയാൻ സഹായിക്കും. നമ്മുടെ ഇങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ ഈ ഭാഗത്തെ ഓർഗൻസ് എല്ലാം ആക്ടിവേറ്റ് ആയി. അതുകൊണ്ട് വജ്രാസനം ഷുഗർ ഉള്ളവർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുറച്ച് രാവിലെയൊക്കെ ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ ഇപ്പോൾ തുടക്കത്തിലൊന്നും 5 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല, കാലൊക്കെ വേദനയെടുക്കും. അപ്പം പറ്റുന്ന പോലെ ഇരിക്കുക. കുറേ ദിവസം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇരിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് മണ്ഡൂകാസനം ചെയ്യാൻ കൈ മുഷ്ടി ചുരുട്ടുക. ഇങ്ങനെ മുഷ്ടി ചുരുട്ടി നമ്മുടെ പുക്കിളിൻ്റെ ഇരുവശവുമായിട്ട് ഈ കൈകൾ വയ്ക്കുക. എന്നിട്ട് ദീർഘമായ ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നമുക്ക് പറ്റുന്നത് പോലെ താഴുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. അപ്പം നമ്മുടെ ഈ ഭാഗത്തൊക്കെ നല്ല പ്രസ്സിങ് വരും. അത് നമ്മുടെ ഈ പാൻക്രിയാസ് ആക്ടിവേറ്റ് ആകാൻ സഹായിക്കും എന്നതാണ്. ഒന്നുകൂടി ശ്വാസം എടുത്തു, ശ്വാസം വിട്ടുകൊണ്ട് താഴുന്നു. നിങ്ങൾക്ക് ഇത്രേ താഴാൻ പറ്റുള്ളെങ്കിൽ ഇത്രയും താഴുക. ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക. അപ്പം ഈ 2 എണ്ണം ഇരുന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുക. ശേഷം കിടന്നുകൊണ്ട് ചെയ്യാവുന്ന സുപ്ത മത്സ്യേന്ദ്രാസനം അല്ലെങ്കിൽ ജഡര പരിവർത്താസനം എന്ന് പറയും. അതിന് നമ്മൾ മലർന്ന് കിടക്കുക. എന്നിട്ട് ഈ കാൽമുട്ട് മടക്കി വെക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് കൈ കൊണ്ട് ഈ കാലിൻ്റെ മുട്ട് ഇങ്ങോട്ട് താഴ്ക്കുക. കൈ ഇങ്ങനെ വെച്ചിട്ട് ഓപ്പോസിറ്റ് കൈയിലേക്ക് ഇങ്ങനെ നോക്കി കിടക്കുക. ഇപ്പോഴും ഈ ഒരു ഭാഗം നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഏതാനും സെക്കൻഡ്, ഒരു 10 സെക്കൻഡ്, 1 2 3 ഇങ്ങനെ ഒരു 10 സെക്കൻഡ് നിങ്ങൾ മനസ്സിലെണ്ണി കിടക്കുക. എന്നിട്ട് റിലീസ് ചെയ്യുക. പിന്നെ അടുത്ത കാലും ഇങ്ങനെ മടക്കി വെക്കുക. ഈ കൈ കൊണ്ട് മുട്ടിൽ പിടിച്ച് ഇങ്ങോട്ട് താക്കുക. ബോഡി ഓപ്പോസിറ്റ് ട്വിസ്റ്റ് ചെയ്യിക്കും. നമ്മൾ മറ്റേ കൈയുടെ വിരലിലേക്ക് നോക്കിക്കിടക്കുക. ഈ ഭാഗത്തെ ആ ട്വിസ്റ്റിങ്ങും പ്രഷറും നിങ്ങൾ അതിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ശ്രദ്ധിക്കുക. ഓക്കെ, നോർമൽ ബ്രീത്തിങ്ങിലാണ് ഇങ്ങനെ കിടക്കുമ്പോൾ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ തന്നെ വേറൊരു രീതിയിലും ചെയ്യാം. കൈകൾ ഇങ്ങനെ മടക്കി വെക്കുക. ഇതിന് മർക്കടാസനം എന്ന് പറയും. മർക്കടാസനം വെച്ചിട്ട് ശ്വാസം ദീർഘമായി എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ വെക്കുക. തല തിരിച്ച് ഈ മടക്കിയ കൈയുടെ മുട്ടിലേക്ക് നോക്കി വെക്കുക. നോർമൽ ബ്രീത്തിങ്. മുമ്പത്തെ പോലെ തന്നെ നമ്മുടെ വയറിൻ്റെ സൈഡ് നല്ല ട്വിസ്റ്റിങ് വരും. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വന്നു. വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ശ്വാസം എടുത്തു, ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ ഈ കൈയിലെ മുട്ടിലേക്ക് നോക്കി കിടക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ കിടക്കുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ച് വരിക. ഇപ്പോഴെല്ലാം ഈ ഭാഗത്തെ ആ പ്രഷറും ട്വിസ്റ്റിങ്ങും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം ഷുഗർ കുറയാൻ, നമ്മുടെ ഈ ഭാഗത്തെ ഓർഗൻസ് എല്ലാം ആക്ടിവേറ്റ് ആകാനും ഷുഗർ കുറയാനും സഹായിക്കും. ഷുഗർ കുറയാൻ മാത്രമല്ല, ഈ ഭാഗത്തെ ഓർഗൻസ് എല്ലാം ആക്ടിവേറ്റ് ആകുക മീൻസ് നമ്മുടെ ദഹന വ്യവസ്ഥയൊക്കെ, അതുപോലെ നമ്മുടെ എക്സ്ക്രീഷൻ വിസർജന വ്യവസ്ഥ ഒക്കെ നല്ല രീതിയിൽ നടക്കാൻ, നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ലാസ്റ്റ് നിങ്ങൾ
ശവാസനത്തിൽ നന്നായിട്ട് റിലാക്സ് ചെയ്ത് കിടക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് കിടക്കുക. അപ്പോൾ എത്ര യോഗാസനങ്ങൾ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വൺ അർത്ഥമത്സ്യേന്ദ്രാസനം പഠിച്ചു. അത് ലളിതമായിട്ട് ബിഗിനേഴ്സ് എങ്ങനെ ചെയ്യണം, അതുപോലെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ആ രണ്ട് രീതിയിലും ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ വജ്രാസനം പല വീഡിയോയിൽ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. വജ്രാസനത്തിൽ നിന്ന് നമ്മൾ മണ്ഡൂകാസനത്തിലേക്ക് എങ്ങനെ വന്നു അത് കണ്ടു. ദെൻ കിടന്നുകൊണ്ടുള്ള യോഗാസനങ്ങൾ 2 ചെയ്തു. ഒന്ന് ജഡര പരിവർത്താസനം അല്ലെങ്കിൽ സുപ്ത മത്സ്യേന്ദ്രാസനം അത് ചെയ്തു. അതുപോലെ മർക്കടാസനം ചെയ്തു. അങ്ങനെ 4 യോഗാസനങ്ങൾ നമ്മൾ ഇപ്പം പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ എളുപ്പമൊന്ന് തോന്നുക, ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങൾ നിന്നുകൊണ്ട് ഫോർവേഡ് ബെൻഡിങ് പോസ് അല്ലേ നമ്മൾ പാദഹസ്താസനം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഈ ഭാഗത്ത് പ്രഷർ, ബെൻഡിങ്, ട്വിസ്റ്റിങ് ഒക്കെ വരുന്ന യോഗാസനങ്ങൾ നമ്മളെ ഈ ഇന്റേണൽ ഓർഗൻസ് ആക്ടിവേറ്റ് ആയിട്ട് ഇതുപോലെയുള്ള ഷുഗർ, അതുപോലെ ദഹനക്കേട്, കോൺസ്റ്റിപ്പേഷൻ ഇതൊക്കെ മാറാൻ സഹായിക്കും. അപ്പോൾ ഈ യോഗാസനങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ എല്ലാ തവണയും പറയുന്നത് പോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇത് വീഡിയോ കാണുന്നത് മിക്കവാറും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ചെയ്ത് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. അപ്പോൾ ഇതുപോലെ പ്രയോജനമുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.